എന്ത് ഭംഗിയായിട്ട് നമ്മൾ ഈ സെയിം ടൈൽ സത്വാരിയ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. 3D ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ നമ്മളൊരു വാളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി ടൈലാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫുൾ ബോഡി ടൈൽ. ഇതൊക്കെ നമ്മൾ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മെറ്റൽ വേണ്ട എന്നുണ്ടെങ്കിൽ എത്രത്തോളം മെറ്റൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം മെറ്റൽ വരുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇതുവരെ കാണാത്ത ഒരു പ്രൊഡക്റ്റ്, ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സാധാരണ ഒരു 4x2 ടൈലാണ്. അത് സത്വാരിയ ഡിസൈൻ 4x2 ടൈല്. ഇത് നമ്മൾ പല സൈസിൽ, അതായത് 6 ഇഞ്ച് വീതിയിൽ, അതുപോലെ തന്നെ 4 ഇഞ്ച് വീതിയിലൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്കൊരു വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടോ, ഇതാണ് മെറ്റൽ വിത്ത് ടൈല്. അതായത് ഈ 4x2 സത്വാരിയ ഡിസൈൻ്റെ ടൈലാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. അതും മെറ്റൽ ഉൾപ്പെടെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ കട്ടിങ് ഒക്കെ ഉണ്ട്. കട്ടിങ് ഷാർപ്പ്, അതായത് വാട്ടർ ജെറ്റ് കട്ടിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഷാർപ്പായിട്ടുള്ള കട്ടിങ് ആണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്ക് ചെറിയ ടൈലിലും അതായത് കൂടിയ ടൈലിലും നമുക്ക് ചെയ്തെടുക്കാം, കുറഞ്ഞ ടൈലിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് കുറഞ്ഞ ടൈൽ ആയിക്കോട്ടെ, കൂടിയ ടൈൽ ആയിക്കോട്ടെ, ഗ്ലോസി ആയിക്കോട്ടെ, മാറ്റ് ആയിക്കോട്ടെ, ഏത് ടൈൽ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഏരിയ ഹൈലൈറ്റ് ഏരിയ, ഇപ്പൊ നമ്മുടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രെയർ ഏരിയ ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട ഇത് നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് നമ്മൾ ഈ സെയിം ടൈൽ സത്വാരിയ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഫിനിഷ് കൊടുത്തിട്ട്. ഇത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഒത്തിരി വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്, പല സൈസസ് ഉണ്ട്. ഇതിപ്പോ നമുക്കൊരു 3 ഇഞ്ച് ഹെക്സഗണൽ ടൈപ്പ് ഡിസൈനിലാണ് നമ്മൾ കട്ട് വെച്ചെങ്കിൽ വേറെ ഒത്തിരി ഡിസൈൻസ്, അതായത് ഒത്തിരി പാറ്റേണിൽ നമ്മൾ ഈ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും മെഷിലാണ് വരുന്നത്. നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു മെഷിന്റെ സ്റ്റോൺ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോൺ ഒക്കെ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് സ്റ്റിക്കിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രമല്ല, വേറെ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. കാണിച്ചു തരാം. വെറൈറ്റി ഡിസൈൻസ് നോക്കിയാൽ നിങ്ങൾ. ഇതിപ്പോ ഗോൾഡ്, റോസ് ഗോൾഡ്, സിൽവർ, പല സൈസിലാണ്, പല ഹെക്സഗണുകൾ, പല സൈസിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ കട്ടിങ് ഒക്കെ ഉണ്ട്. കട്ടിങ് ഷാർപ്പ്, അതായത് വാട്ടർ ജെറ്റ് കട്ടിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഷാർപ്പ് ആയിട്ടുള്ള കട്ടിങ് ആണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്ക് ചെറിയ ടൈലിലും അതായത് കൂടിയ ടൈലിലും നമുക്ക് ചെയ്തെടുക്കാം, കുറഞ്ഞ ടൈലിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നിങ്ങൾ കർവ്ഡ് ഏരിയ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മെഷിൽ വരുന്ന കാരണം കൊണ്ട് കർവ്ഡ് ഏരിയ വരെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി, ഇത് നമ്മൾ പറഞ്ഞ് ഗ്ലോസി പറഞ്ഞ്, മാറ്റ് പറഞ്ഞ്, അതുപോലെ തന്നെ ഫുൾ ബോഡി ടൈലിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതാണ് ഫുൾ ബോഡി ടൈലിലാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഗോൾഡന്റെ ആ മെറ്റൽ കൊടുത്തിട്ട് പല സൈസ് കണ്ടോ, പല സൈസും പല സൈസാണ്. ഇതൊക്കെ നോക്കിയേ, 3D ഡിസൈനിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ നമ്മളൊരു വാളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ ഹൈലൈറ്റ് ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കും എന്ന് പറയാം. ആ മെറ്റലിന്റെ പീസ് നടുക്കേക്കൂടെ പോയിട്ട് അടിപൊളിയായിട്ട്. പിന്നെ ഇതൊക്കെ 6 ആക്ട് മോഡൽ വരെ നമ്മൾ ചെയ്തേക്കുന്നത്. ഹെക്സഗണൽ പിക്കറ്റ് കളക്ഷൻസ്, ഇതൊക്കെ ഉണ്ടോ, അത് പിക്കറ്റ് കളക്ഷൻസ്. ഇതൊക്കെ നമ്മൾ വാളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കിയാൽ ടൈലിന്റെ ഫിനിഷിംഗ് ഉണ്ടാവും. നമ്മുടെ കുറഞ്ഞ ടൈലായാലും കൂടിയ ടൈലായാലും ഏത് ടൈലും നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ കാണിച്ചു തരാം. ഫുൾ ബോഡി ബ്ലാക്ക് മാറ്റ്, ടെക്സ്ചർ ഒക്കെ വന്നേക്കണോ. ഫുൾ ബോഡി ടൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഇത് നോക്കിയേ, ഇതിപ്പോ നമ്മൾ മെറ്റലിലാണ് ചെയ്തേക്കുന്നത്. മെറ്റൽ വിത്ത് ടൈല്. അപ്പൊ മെറ്റൽ വിത്ത് ടൈല് വരുമ്പോൾ അതിന്റെ ആ മെറ്റലിന്റെ കോസ്റ്റ് കൂടി വരുമ്പോൾ ഇത് നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്ക് മെറ്റൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ടൈലിൽ മാത്രം ചെയ്യാം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ വീടൊക്കെ ഒരു യൂറോപ്യൻ ലുക്കിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഒരു ഡിസൈൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇത് നോക്കിയേ, ഫുൾ ബോഡിയിൽ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ്. ഇതൊക്കെ നമ്മൾ ഒരു വാഷ് കൗണ്ടർ ഏരിയ, ഈ വാഷ് ബേസിന്റെ ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ് നോക്കി. അതിന്റെ എഫക്റ്റ് കണ്ട, ഫുൾ ബോഡി ടൈൽ, അതിന്റെ ടെക്സ്ചറും അതുപോലത്തെ തന്നെ ആ വാഷ് ബേസിനോട് കൂടി വന്നപ്പോഴുണ്ട് അതിന്റെ ഭംഗി കണ്ട. ആ ഭംഗി അവിടെ ആ ലുക്ക് തന്നെ മാറി അതിന്റെ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫുൾ ബോഡി ടൈല് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ ടൈൽ, അതായത് സാധാ വിട്രിഫൈഡ് ടൈല് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ചെറിയൊരു കർവ്ഡ് ഏരിയ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മളിത് സാധാരണ നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന ഗമ്മിൽ ചെയ്തെടുക്കാൻ പറ്റും. സാധാ ഗമ്മിൽ ചെയ്താൽ മതി.
അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് മെറ്റലിന്റെ പീസുകളൊക്കെ ഒത്തിരി അകത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. മെറ്റലിന്റെ അഡിഷൻ കൂടും തോറും നമുക്ക് റേറ്റിൽ ചെറിയ വേരിയേഷൻസ് വരും. ഒരു എബവ് 1000 rupees അതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഫിനിഷിംഗ് കണ്ടോ, കറക്റ്റ് ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റലിന്റെ അഡിഷനും ഇതിനകത്ത് കൂടുതലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് മെറ്റലിന്റെ അഡിഷൻ വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരെ ടൈൽസിലേക്ക് പോവാം. ഇതൊക്കെ ഒരു മെറ്റാലിക് ടൈപ്പിലും ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്ക് അപ്പുറത്ത് ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മെറ്റാലിക് ഇത് കണ്ടോ, മെറ്റാലിക് ഫിനിഷിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് മെറ്റൽ കൊടുത്തിട്ടും ഈ മെറ്റാലിക് ഫിനിഷിംഗ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെറ്റലിന്റെ അഡിഷൻ കൂടുതലാണെന്ന് പറഞ്ഞ് നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് കണ്ടോ, നമുക്കിത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് എത്രത്തോളം മെറ്റൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം മെറ്റൽ വരുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ വീടൊക്കെ വേറെ ലെവലാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചൊട്ടിക്ക്. അപ്പൊ നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട, പതിയാറ ബിൽഡ്വെയർ, നോർത്ത് പറവൂർ, എറണാകുളം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.